വേദപുസ്തകത്തിലെ 66 പുസ്തകം 66 പുസ്തകം അടങ്ങുന്നതാണല്ലോ സത്യവേദ പുസ്തകം. കൂടുതൽ പുസ്തകങ്ങളുള്ളവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരുടെ പോക്കും രീതിയൊക്കെ കാണുമ്പോൾ അറിയാം പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നത്. വിളിച്ചു പറയുമൊന്നും വേണ്ട, ഞങ്ങളുടെ ഈ പുസ്തകം കുറച്ചുകൂടെ ഉണ്ടെന്ന്. പക്ഷെ പോക്ക് കാണുമ്പോൾ അറിയാം. അവകാശമൊക്കെ പിടികിട്ടിയില്ലേ? അപ്പോൾ 66 പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. എല്ലാ കൺവെൻഷനുകളിലൊക്കെ ഇത് പറയും, കാരണം അറിയാത്തവരാരിലും ഉണ്ട് അവരുടെ അറിവിനാ. നിങ്ങൾക്കെല്ലാം അറിയാം, അതെനിക്കും അറിയാം. അപ്പുറം അരിയപ്പറമ്പുകാരുണ്ട്. അപ്പോൾ അവർ ഒരു വാക്യം എടുത്താൽ അത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി പറയുന്ന ആൾക്കാരാ. അപ്പോൾ ഞാൻ പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് മഹത്വം. നന്നായിട്ട് വചനമൊക്കെ തിട്ടമുള്ളവരും വചനജ്ഞാനമുള്ളവരും തന്നെയല്ല. പാട്ട് പാടുമ്പോൾ ഞാനങ്ങ് ഒതുങ്ങിയത് അപ്പുറം യാക്കോച്ചാനുണ്ടായിരുന്നു അരിയപ്പറമ്പ്. പോയി, എന്നാലും പിള്ളേരുണ്ട്. എ.സി. തോമസൊക്കെ ഇവിടെ ഉണ്ട്. പയ്യെങ്കിലും ഇവിടെ നുഴപ്പിയാൽ അവരിവിടെ നിന്ന് പറയാൻ മെനക്കേടാന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങ് ഒതുങ്ങിയതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വചനപരിജ്ഞാനമുള്ള ആത്മീക പക്വതയും ആത്മീക പഴക്കമുള്ള ധാരാളം പേര് ഈ ദേശത്തുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ 66 പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ പുസ്തകം. ഈ 66 പുസ്തകത്തിലെയും പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാണ്. 66 പുസ്തകത്തിലെയും പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. അതാണല്ലോ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 മനപ്പാഠമാകിലും പറഞ്ഞു. ലിസിയമ്മ പറയുമെന്ന് എനിക്കറിയാം, പറഞ്ഞു. സകല മനുഷ്യർക്കും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരുന്നും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം ദൈവത്തിന് മഹത്വം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന. അപ്പോൾ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനമായ വിഷയത്തിൽ ഒന്ന് സകല മനുഷ്യർക്കുമുള്ള രക്ഷ. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിലെ മിക്കയിടങ്ങളിലും പറയുന്ന കാര്യം സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? അത് യേശു ക്രിസ്തുവാ എന്ന് പറഞ്ഞേച്ച് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് വരാം. സുവിശേഷം അത് യേശു ക്രിസ്തുവാ. തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സ്തോത്രം. അതാ സുവിശേഷം. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുലിക്കും അതു ബഹുസന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുലിക്കുമേ അതു ബഹുസന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ അനേകര് രംഗത്തിറങ്ങി. നിങ്ങൾക്കറിയാം സുവിശേഷത്തിന് കോട്ടമൊന്നും വന്നിട്ടില്ല. രംഗത്തിറങ്ങിയവരെ ഒന്നെങ്കിൽ ഈ മാർഗത്തിൽ വന്നു, ഇല്ലെങ്കിൽ ഇത് സമാപ്ത ഹുവ. ഒരു സംസ്കൃത പദവും കൂടിയിരിക്കട്ടെ, ആ കൂടെ ഒന്നേ അറിയാവുള്ളായിരുന്നു. ഹിന്ദി മകന ഹിന്ദിനായി മാല തോടാ മാല മലയാളം പോലോ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് മറ്റാരുമല്ല, ഒരു വ്യക്തി. ആ വ്യക്തി നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം ആരുടെയും കുത്തകയല്ല, ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ.
ഒരു സഭക്കാരുടെയും കുത്തകയല്ല സുവിശേഷം. നമ്മുടെയൊക്കെ ചിന്ത സുവിശേഷം ഞങ്ങളുടെയാ. എൻ്റെ യേശു നിന്റെ യേശു എന്നൊക്കെ ഒരു പാട്ട് ഒക്കെ ഉണ്ട്. എൻ്റെ യേശു നിന്റെ യേശു, കേട്ടിട്ടില്ലേ പാട്ട്? ഇപ്പൊ അങ്ങനെ ഒത്തിരി കേൾക്കുന്നുണ്ട്. സുവിശേഷം ആരുടെയും കുത്തകയല്ല, സുവിശേഷം മുഴു ലോകത്തിനും വേണ്ടിയാണ്. അപ്പോൾ സുവിശേഷം സഭ മാറ്റുകയല്ല, മതം മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, നസറായനായ യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഓടിച്ച ഭാഗം അങ്ങ് വിടാം. എന്തിനാ ഈ സുവിശേഷം? അതാ ഇപ്പം വായിച്ചു കേട്ടത്, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്. മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? നിങ്ങളിപ്പോ പറയും ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലയോ, എത്ര ആളുകൊണ്ട് കേൾക്കുക. ശരി, ആരാ ഇത് കേൾക്കേണ്ടത്? നമുക്കറിവുള്ള വാക്യമാ 49 സങ്കീർത്തനം പ്രാരംഭ വാക്യം. സങ്കീർത്തനം 49 പ്രാരംഭ വാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, ഇത് കേൾക്കണം, ഇത് കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ കേൾക്കണം. ദൈവത്തിന് മഹത്വം. എന്നെ കാണിച്ച വെള്ളമേ ഉള്ളൂ ഇവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഉറവയ്ക്കാരും കേൾക്കണം, അരിപ്പറമ്പുകാരും കേൾക്കണം, മണർകാടും കേൾക്കണം, അയർകുന്നംകാർ കേൾക്കണം. സകല ആൾക്കാരും ഇത് കേൾക്കണം. കേരളത്തിലുള്ള മുഴുവൻ ജനനദികളും ഇത് കേൾക്കണം. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകല ആൾക്കാരും, കോടിക്കണക്കിന് വരുന്ന ജനം കേൾക്കണം. എന്ത് കേൾക്കണം? സുവിശേഷം. ലോകരാജ്യങ്ങളിൽ പാർക്കുന്ന സകല മനുഷ്യരും കേൾക്കേണ്ട ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. നമ്മള് പറയാൻ ചെല്ലുമ്പോ ഞാൻ ഇന്നലെയും പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, നമ്മള് ചെല്ലുക സുവിശേഷം നമ്മളെ രണ്ട് കൊള്ളക്കാരെ കാണുമ്പോലാ നോക്കുന്നത്. നമ്മള് അവിടെ നിന്നാ വന്നെ, ഇവന് മീശയില്ല, എന്നാലും ഉള്ളത് പിരിക്കുക, കിട്ടുന്നില്ല പിരിക്കാൻ പൊടി, എന്നാലും ആ നോട്ടോ നിപ്പൊക്കെ കാണണം. അപ്പൊ നമ്മൾ പറയാ സുവിശേഷം വേണ്ട, ഞങ്ങള് പുതുപ്പള്ളി ഇടവകയാ, അല്ലെ മണർകാട് ഇടവകയാ, അല്ലെ അയർക്കുന്നം ഇടവകയാ, അല്ലെ ഞങ്ങൾ ഇന്ന സ്ഥലത്താ, ഞങ്ങളോട് പറയൂ എന്ന് വേണ്ട, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അയ്യോ പിന്നെ അങ്ങോട്ടിയല്ല, ശ്രീധരനും ശാരദയും അബ്ദുള്ളയും നസീറും അവിടെ ഉണ്ട്, ഓടിക്കുക. നമ്മള് എന്നാ അവരോട് പറയാൻ ഓർത്തി എന്നപ്പോ അവര് പറഞ്ഞു വേണ്ട, ഞങ്ങൾക്കൊക്കെ ആൾക്കാർ പറഞ്ഞോട്ട് ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെ വീട്ടിൽ കയറ്റുകയോ മിണ്ടുകയോ ചെയ്യരുത്. നിങ്ങളുടെ ആൾക്കാരാണ്ട് മണർകാട് കവലയിലുണ്ട്, അങ്ങോട്ട് ചെല്ലു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ തറയെ നിർത്തുന്നില്ല. ഞാനൊരു കാര്യം പറയാം, സഭ മാറുകയല്ല, മതം മാറ്റുകയല്ല, ഈ സത്യസുവിശേഷം അറിയിക്കുക. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, സമ്മർദ്ദം ചെലുത്തുകയല്ല. അങ്ങനെ ചിലരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിർബന്ധിച്ച് മോഹന വാഗ്ദാനം കൊടുത്ത് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അതെന്നോട് പറഞ്ഞത്, പെന്തിക്കോസിൽ ഒരു പഴയ അപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചുപോയി, ചേത്തക്കൽ കീവർഗീച്ചൻ. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുമകനെ അഹമ്മദാബാദിലുണ്ട്, ഉഞ്ഞോന ചാന് കൈതമംഗലം. അപ്പൊ അദ്ദേഹം ഒരു സംഭവം ഒരിക്കൽ പറഞ്ഞത് ഇപ്പോഴെ എന്റെ ഓർമ്മയിൽ വരുന്നതാ. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. നമ്മുടെ ഒരാള് നാട്ടില് അഭ്യാസമൊക്കെ പഠിച്ചോനാ. തീവണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം 2 സർദാർജിമാര് വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്നു. പുള്ളി നടുക്ക, പുള്ളി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. തലയെക്കെട്ടുള്ള 2 പേര് അവര് വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്നു. പുള്ളി നടുക്കായതുകൊണ്ട് 3 പേരിക്കുന്ന സീറ്റായി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ആൾക്കാരല്ലേ. പുള്ളി ഇരുന്ന ഇരിപ്പിലൊന്ന് വീർത്തു. നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടില്ലേ, സ്റ്റേജിലാണെങ്കിലും ഇങ്ങനെ വീർത്തിരിക്കും. അങ്ങനെ ചിലരുണ്ട്. സ്തോത്രവും പറയല, കൈ വെടിക്കുകയല്ല, ദൈവത്തെ മുഖത്ത് ഇങ്ങനെ ഇരുന്ന് വീർക്കും. വീർക്കാൻ നമ്മളെ പോലെ മിടുക്കര് ആരുമില്ല. അപ്പൊ പുള്ളി ഒന്ന് വീർത്തു. വീർത്തപ്പം 2 എണ്ണവും താഴെ പോയി. 2 സർദാർജിയും താഴെ വീണു. അപ്പൊ അവരും നല്ല കായബല ഉള്ളവരും ആരോഗ്യ ദൃഢഗാത്രന്മാര്. അവര് പുള്ളിയോട് കയറി കൊമ്പ് കൊടുത്ത് ഒരല്പം പ്രയോഗം. പുള്ളി ഇവിടെ നല്ല
അഭ്യാസമൊക്കെ പഠിച്ച ആളാ. ചുരുക്കി പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പുള്ളി രണ്ടെണ്ണത്തിനെ ഒതുക്കി, പിടിച്ചൊതുക്കി, രണ്ടും കുനിഞ്ഞു നിൽക്കുക. പുള്ളി ചില ഒന്നും വിവരിക്കുന്നില്ല, പിടിച്ച് ഒതുക്കി വെച്ചിരിക്കുക. അവര് പ്രാളപ്പെടുക. ഉടനെ പുള്ളിയുടെ സുവിശേഷമാ, നിന്റെ രണ്ടിനെയും ശരിയാക്കാൻ എനിക്ക് കഴിയും, പക്ഷെ ഞാൻ ശരിയാക്കാത്തത് ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. എങ്ങനെയുണ്ട് മെത്തേഡ്? പറയടാ യേശു രക്ഷിക്കുമെന്ന്. രണ്ടെണ്ണം മുടിക്കുത്തിന്ന് വിടുന്നില്ല, യേശു രക്ഷിക്കും. പോകാൻ പറഞ്ഞു. പുള്ളിക്ക് സ്റ്റോപ്പായി, പുള്ളി ഇറങ്ങി. പുള്ളി പിന്നീട് പറഞ്ഞെന്നാ പറഞ്ഞത്, എൻ്റെ തീവണ്ടി യാത്രയിൽ 2 സർദാർജിമാർ അങ്ങനെയാണോ രക്ഷിക്കുന്നേ? അതാണോ രക്ഷ? പിന്നീട് അറിഞ്ഞ പുള്ളിക്ക് എന്തോ ഇച്ചിരി ഇളക്കം ഉണ്ടായതാ. അങ്ങനെയുള്ളവരുണ്ട്. പേര് സ്ഥലമൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, ഷൂപാസ്റ്റർ ഞാൻ കാണിച്ചുണ്ട്, ഈ തള്ള ഇതാന്ന്. മരുമകളുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന ഫോട്ടോ എല്ലാം തല്ലി പൊട്ടിച്ചു. വല്ല കാര്യമുള്ള കാര്യമാണ്. ഇത് നിർബന്ധത്താലോ സമ്മർദ്ദത്താലോ പരപ്രേരണ കൊണ്ടോ മോഹന വാഗ്ദാനം കൊടുത്തോ ഒന്നും ആളെ കൂട്ടുന്ന മാർഗമല്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നും തരുമെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു വന്നാൽ നിന്റെ ജീവിതം ശരിയാകുകയില്ല. സ്തോത്രം. ഇത് രക്ഷയുടെ സുവിശേഷമായി പറയുന്നേ. സ്തോത്രം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശു ക്രിസ്തുവാ രക്ഷകൻ. ചില ആൾക്കാർ പറയാറുണ്ട് ഇവര് മതം മാറ്റുകയാണ്. എന്നെ മതം മാറ്റിയൊന്നുമല്ല. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, മതം മാറ്റിയതല്ല. സുഖമില്ലാതെ പ്രയാസപ്പെട്ടു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യം തന്നു. അല്ലാതെ ആരും അങ്ങനെ മതം മാറ്റാൻ എങ്ങനെ ഒക്കുന്നത്? ഒക്കത്തില്ല. ഇത് സത്യമാണെന്നും ഇതിൽ കൂടിയാണ് വിടുതലും നന്മയും സന്തോഷവും അനുഭവിച്ചു കഴിയുമ്പോൾ അറിയാം എന്തോ ചെയ്യണമെന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം മതം മാറ്റുകയല്ല, സുവിശേഷം രക്ഷയുടെ ദൂത് പറയുക. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. അതാ ഇവിടെ പറയുന്നത്. ഈ 5 ദിവസവും അത് തന്നെ ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നവർ അവരുടെ ശൈലിയിൽ പല നിലകളിൽ പറഞ്ഞുള്ളൂ. ഇതിന്റെ എല്ലാം പ്രധാന വിഷയം ഇതാ, രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി. അപ്പൊ എന്താ സുവിശേഷം? അത് നസ്രയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. മനുഷ്യനായി ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ഒപ്പിച്ചു വെച്ചത് അതെ മനുഷ്യനാ. ഞാൻ ഇച്ചിരി കൂടിയതാ, അവൻ ഇച്ചിരി കുറഞ്ഞതാ, പുള്ളി ഇച്ചിരി. വേദപുസ്തകം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എടുത്തോണ്ട് നടക്കുന്നതല്ലാതെ എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ല. ചില വിശ്വസിക്കുന്നില്ലെങ്കിൽ ലോഡ് കണക്കിന് വിതരണം ചെയ്യുക. വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷേ പിന്നെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും അല്ലല്ലോ. ഈ വേദപുസ്തകത്തിലെ പ്രമാണം പറയാം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. നിങ്ങളിപ്പോ ചിന്തിക്കാൻ ഞാൻ നേരത്തെ വാക്യം പറഞ്ഞു കൊടുത്തെന്നാണോ? മിണ്ടിയിട്ടില്ല. റൂട്ട് അറിയാം, അതുകൊണ്ടാണ്. ഇന്ത്യ ദൈവസഭയുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ സോദരി സമാജത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കർത്തൃദാസി. ജോൺസൺ മാസ്റ്റർക്ക് അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. അവരുടെ പിതാക്കന്മാര് ഈ ആരംഭകാലത്ത് ഈ മാർഗത്തിൽ തുണ്ടത്തിലേത്തെ മാത്തുക്കുട്ടിച്ചായന്റെ സഹധർമ്മിണി അച്ചായൻ വന്നിട്ടുണ്ട്. പങ്ങക്ക് വയ്യാച്ചുകൊണ്ട് അങ്ങോട്ട് പോയി, ദൈവദാസിയെ ഇങ്ങോട്ട് വിട്ടേച്ച്. അപ്പോൾ നന്നായിട്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഒരിക്കല് ജോർജ് കോശി മൈലപ്പറ ബ്രദർ സഭയുടെ പ്രധാന മൂപ്പന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം. ഇന്ന് എന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ബൈബിൾ ക്വിസിന് ചടികടോന്ന മറുപടി പറയുന്നത് ആൻസർ പവർ വിഷനില്ല. അന്ന് എനിക്കൊന്ന് 5-8 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, 2011. അത്രേ ഉള്ളൂ. മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. ദൈവരാശിക്ക് ആന്റിക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ എന്ന്. അപ്പൊ അതൊരു അനുഗ്രഹമാണ്. നിങ്ങളും പലര് ഇപ്പൊ നിങ്ങൾ പറയുക പുള്ളിക്കാരിക്ക് മാത്രം, ഞങ്ങൾക്ക് കൊണ്ട് മൈക്ക് അങ്ങടിലൊന്ന് താ,
അവിടെ ഇരിക്കുന്നവർ ചില ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ തിട്ടമുണ്ടെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മകത്ത്. എല്ലാവർക്കും കൂടെ മൈക്ക് കൊടുത്താൽ ഞാൻ എന്നാക്കും? പണ്ട് ഒരാൾ പറഞ്ഞു എല്ലാവർക്കും ഓരോ ഫുട്ബോൾ കൊടുത്തേക്കാൻ, ഒരെണ്ണത്തിന്റെ പുറകെ. ആർക്ക് ട്രോഫി കിട്ടാന്? എല്ലാവരുടെങ്കിലും ഓരോ ബോളാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്തിനാണ് സുവിശേഷം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്? മനുഷ്യനായി ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ഇവിടെ സ്ഥാപിച്ചത് മനുഷ്യനാ. എഴുത്തച്ഛനെ ഞാൻ എപ്പോഴും പറയും, ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനെ അങ്ങ് ആമ്രേടിതം കലർന്നിടും ദജാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാച്ചിച്ചു പോകിലും വെന്ത് വെണ്ണീറായി ചമഞ്ഞിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നല്ല ദേഹം. അപ്പൊ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംസ്കാരം എന്ന് പറയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. നിങ്ങൾ പറയുന്നേ പറഞ്ഞു. വേർതിരിവ് അതൊരു കോടാലി ഒപ്പിച്ചേച്ച് പോയതാ. അയാളുടെ പേര് പരശുരാമൻ. കയറി കൊത്തരുതേ. മൈക്ക് അഞ്ഞ് മേടിക്കും, തന്നതുപോലെ അമ്മയ്ക്ക് തിരിച്ച് മേടിപ്പിക്കും. വീട്ടിൽ തന്നെ അല്ലണോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഒരാള് മനുസ്മൃതിയൊക്കെ നിങ്ങൾ അറിവുള്ളവർ വായിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യനായി ഈ വേറുകൃത്യമെല്ലാം ഒപ്പിച്ചു വെച്ചത് ദൈവത്തിനൊന്നും വിഷയമല്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഇവിടെ ഇരിക്കുന്ന മുഴുവനെണ്ണോ ഒരെണ്ണത്തിന്റെ സന്തതിയാ. പിന്നെ ഞാനെപ്പോഴും പറയും, ഭക്ഷണക്രമവും കാലാവസ്ഥയും ജീവിത രീതിയൊക്കെ കൊണ്ടാ ഈ പരുവത്തിനൊക്കെ പലരും ഇങ്ങനെ പല പരുവത്തിയിരിക്കുന്നത്. എല്ലാം ഒരെണ്ണത്തിൻ്റെ. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതെടുത്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ആർക്കും ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നേ നിങ്ങൾ ആമേൻ പറഞ്ഞതിനായിരുന്നു. നിങ്ങൾ പറയത്തില്ല, എനിക്ക് ഇനിയും പറയുകയും വേണ്ട. ഇനിയിപ്പം ആമേൻ അങ്ങനെ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ അറിയാം ഒപ്പീരാന്ന്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒറ്റ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ വേട്ടമല ഒരു പാട്ട് പാടി, രക്ഷിക്കപ്പെട്ടു വരുന്നവരെല്ലാം ആമൻ ദൈവസഭയുടെ അംഗങ്ങളാ. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിൽ ഇരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ പരിചിടുവാൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഇസങ്ങളി പാരിലില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. ഇസങ്ങളി പാരിലില്ല ഈശനി പാരിടം പരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തോട്ടിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരു എങ്ങുമില്ല. അന്ന് മുതലാളി തോട്ടിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരു എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. പാടാൻ നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കില്ല. മാണിച്ചനോട് പറഞ്ഞത് 10 പേരെടുക്കാനില്ല, 10 10 എത്രയാ പറഞ്ഞത്? ഇപ്പൊ ഏക്കുകയല്ലേ? എന്നോട് അവിടെ വെച്ച് പറഞ്ഞല്ലേ 10 മണി വരെ എടുക്കണമെന്ന്. മാണിച്ച കള്ളം പറയരുത്, പറഞ്ഞല്ലേ? അല്ല പറഞ്ഞ വെച്ച പമ്മ ഇരിക്കുക, ഞാൻ തല്ലി മേടിക്കുന്നത് മേടിച്ചോട്ടെന്ന്. ആട്ടെ, നോക്കട്ടെ, എൻ്റെ പരുവത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റയൊരു തന്നെ സന്തതിക സകല മനുഷ്യവർഗവും. പിന്നെ പാപം പ്രവേശിച്ചു. അത് പല നിലകളിലെ മനുഷ്യന്റെ സ്വഭാവത്തിനും രീതിക്കും പ്രകൃതിക്കും മാറ്റം വന്നു. അങ്ങനെ പിന്നെ നോഹയ്ക്ക് 3 തലമുറ, ഷേം, ഹാം,
യാഫേത്ത്. അവരിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യവർക്കും നോഹയെന്ന്. നോഹിന്റെ തനയരാം യാഫേത്തും ഷേമും ഹാമും മോഹന ഗാത്രികളാം അവർ തൻ ഭാര്യമാരും. ഇതൊക്കെ ചൊല്ലുമ്പം ഇവിടെ അടുത്തൊരു പിതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടുപേര് മരിക്കാൻ പറമ്പില്ല, അനിയച്ചാന്. ചാനുണ്ടോന്ന് അറിയത്തില്ല. ഇവിടെ അരിപ്പറമ്പല്ല, സ്ഥലപ്പേര് കൃത്യം അങ്ങ് മറന്നുപോയി. അനിയച്ചാന് വളരെ ക്ഷീണിതനായിരുന്നു. ദൈവത്തിന് മഹത്വം. പുള്ളിക്ക് ഇതെല്ലാം മനപ്പാടവാ. ദൈവത്തിന് മഹത്വം. അപ്പൊ നോഹയ്ക്ക് 3 മക്കളാ, ഷേം, ഹാം, യാഫേത്ത്. ദൈവത്തിന് മഹത്വം. അവരിൽ നിന്ന് സകല സന്തതികളും ഈ ഭൂമിയിൽ പിന്നീട് ചരിക്കുന്നത്. എന്തായാലും കൊള്ളാം, മനുഷ്യൻ ആ ജാതിയെല്ലാം ജാതി സ്പർദ്ധ മനുഷ്യനുണ്ടാക്കിയതാ. ദൈവത്തിന് ഇതൊന്നും, ദൈവം ഉദ്ദേശിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട. നീ ഇഞ്ഞ് വന്നാ മതി, ഒന്നും കൊണ്ടുവരണ്ട. ദൈവത്തിന് ഏത്തക്കൊല വേണ്ട. മുടുത്ത 2 മുട്ടനാടും ദൈവത്തിന്. ദൈവത്തിന് അവിടെ പ്ലാവില കൊടുക്കാനാണ്. ദൈവത്തിന് പൂവൻകോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട. ദൈവമേ മുട്ട ഇടുന്നതാ, എടുത്തോ. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ആമൻ സ്തോത്രം ഇങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളൊന്നും വേണ്ടെന്ന്. വസ്തു വേണ്ട, സ്തോത്ര കാഴ്ച ദൈവത്തിന് വേണ്ട. ആമൻ നമ്മുടെ പണമോ ആമൻ മറ്റ് ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ആമൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മടങ്ങി വരിക. ആ ഒരു വാക്യമുണ്ടല്ലോ, ആമോസിന്റെ പ്രവചനം, മീക 6:6 ഒന്ന് വായിച്ചോ. മീക പ്രവചനം 6:6 പെട്ടെന്നൊന്ന് വായിച്ചോ. ഇങ്ങോട്ട് വായിക്കു കൊടുക്ക. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും. അയ്യോ, ഞാൻ എന്തുമായിട്ടാ അങ്ങോട്ട് ചെല്ലേണ്ടത്? സർവജ്ഞനായ ദൈവത്തിന്റെ അടുക്കൽ എന്തുകൊണ്ടും കൊണ്ട് ഞാൻ വരും? ചോദ്യമാ. അവിടെ ഞാൻ കുമ്പിടുന്നത് ഞാൻ എന്തോന്നും കൊണ്ട് അങ്ങോട്ട് വരുന്നത്? അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? എന്തിനാ ദൈവത്തിന് കാള? ദൈവത്തിന് എന്തിനാ ആട്? ഹോമയാഗത്തിന് കർക്കശ പ്രമാണമാ കന്നുകാലികള്. അപ്പൊ ആട്, കാള, ഇതൊന്നും ദൈവത്തിന് കാള ആവശ്യമില്ല. ഇവിടെ അല്ല, മുറ്റിയ പോത്ത് കാട്ടി നിൽക്കുക ദൈവം സൃഷ്ടിച്ചത്. അന്നേരം നിന്റെ വെട്ടുവാദം വന്ന കാള. ആയിരക്കണക്കിന് പോത്ത് നിങ്ങളങ്ങോട്ട് എന്ന് നോക്ക്. സ്തോത്രം. അന്നേരം ആ പോത്തവിടെ കാട്ടിക്കിടന്ന് മേയുമ്പം പോത്തൻ ഒരു കാളയായിട്ട്. നിന്റെ പോത്തിനെയും വേണ്ട, കാളയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. മനസ്സിലായോ? കാളക്കിടാക്കളുമായിട്ട് ചെന്നാൽ ദൈവത്തിന് എന്തിനാ കാള? അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും. അല്ല, നയനാരി പറഞ്ഞത് കടമെടുക്കുക. ദൈവത്തിന് എന്തിനാടാ പാറാവുകാരൻ? ദൈവത്തിന് ഇതിന് ആവശ്യമില്ല. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ദൈവം പ്രസാദിക്കുമോ? നിന്റെ തൈലം, അല്ല എണ്ണ, ഓയില്, അല്ല നിന്റെ തിരി, ഇതൊക്കെ വേദപുസ്തകത്തിലെ പ്രമാണമാ. ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ഇത് കൊടുക്കാൻ നിർവാഹമില്ലാത്തതിനെ കുഴഞ്ഞു പോവുകയല്ലേ. കാളെ കൊണ്ട് കൊടുക്കാൻ, ആടിനെ കൊണ്ട് കൊടുക്കുവാൻ, അവൻ തൈലം കൊണ്ട് കൊടുക്കുവാൻ, എണ്ണ കൊണ്ട് കൊടുക്കുവാൻ നിർവാഹമില്ലാത്തവനാണ് അവന് എങ്ങനെ രക്ഷപ്പെടുന്നത്? ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ അടിച്ചിരിക്കുന്നത്. ദൈവത്തിന് ആവശ്യം നിന്നെയാ. അടുത്ത വാക്യം വായിര്. അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? പിള്ളേരെ ഒന്നും നരബലി വേണ്ടെന്ന്. നരബലിയും മൃഗബലിയും വേണ്ട. ഒരു തള്ളയാന്നെ വേറൊരു തള്ളയെ കണ്ടിച്ചു. എലന്തൂരുകാരി, അവിടെ പേര് ഞാൻ മറന്നുപോയി. എലന്തൂര് പേര് മറന്നുപോയല്ലോ. നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ? അല്ല, അതിന്റെ ഓർക്കായിരിക്കുന്ന നല്ലതും. സ്തോത്രം. ദൈവം നരബലിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം മൃഗബലിയും വേണ്ട. നിന്റെ ആടിനെയും കാളയും പോത്തിനെയും ഒന്നും ദൈവത്തിന് വേണ്ട.
അടുത്ത വാക്യമായിര്. മനുഷ്യ മനുഷ്യ ശ്രദ്ധിച്ചേ, ഉറവയ്ക്കാർ ശ്രദ്ധിക്കും. മനുഷ്യ ദൂരത്തിരുന്ന് ചാരത്തിരുന്ന് ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് നല്ലതെന്തെന്ന് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കും. വേറെ ഒന്നും ദൈവം ചോദിക്കുന്നില്ലെന്ന്. നീ ന്യായം പ്രവർത്തിച്ച് ദയാതൽപരനായി ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്ക് കഴിവില്ല, കർത്താവേ ഞാൻ ബലഹീനനാ, ദൈവമേ ഞാൻ അപ്രാപ്തനാ, ഞാൻ അവൻ വരെ പോഷത്വമുള്ളവനാ, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് നീ സമ്മതിക്കണം. ചില ആൾക്കാരുടെ പോക്കും വരവും നിപ്പൊക്കെ കണ്ടാ ഏതാണ്ടല്ലേ ആയെന്നാ, ആ മുക്കിനുള്ള നിപ്പും ആ നോട്ടവും. എടാ, നിന്റെ വയറ്റി കിടക്കുന്ന വര നല്ല വരയല്ല, പീത്ത വര. നല്ല വരയാണ് പിന്നെയും സമ്മതിക്കായിരുന്നു. നിന്റെ വയറ്റി കിടക്കുന്ന പണ്ടി വയറ് അല്ല, നിങ്ങളുടെ പറയണ്ട, എന്റേത് പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ പറയുമ്പോഴല്ലേ ഉടക്ക്. എന്റെ ഈ പണ്ടി വയറിനകത്ത് കിടക്കുന്ന വര അതൊന്ന് അനങ്ങിയാ മതി, നിന്റെ ആപ്പീസ് പൂട്ടും. കൈയൊക്കെ തെറുത്ത് വെച്ച് മീശയൊക്കെ പിരിച്ച് നീ മിടുക്കനായിട്ട് നിൽക്കുക. അവൻ സ്തോത്രം. എന്നെ ആർക്കും അറിയത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാമോ? അയർക്കുന്നത്ത് അന്വേഷിക്കണം, മണർകാട് പാപ്പനോട് ചോദിക്കണം. അങ്ങേര് കടന്നുപോയില്ലേ, ഞാൻ ആരാണെന്ന്? അങ്ങനൊക്കെ വെല്ലുവിളിക്കുന്ന നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പീത്ത വര അനങ്ങിയ നീ അന്നേരം ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ദൈവത്തിന് മഹത്വം. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. വലിയ മിടുക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടതാ. കോവിഡ് വന്നപ്പം മൂടിക്കെട്ടി നടക്കുക. വലിയ മിടുക്കനായിരുന്നു. ഉറവയ്ക്കലെ മിടുക്കനാ, അല്ലെ അയർക്കുന്നത്തെ മണർകാട് മിടുക്കനാ. പക്ഷെ മൂടിക്കെട്ടി നടക്കുക. സ്വന്തം ഭാര്യ പെടഞ്ഞു വീണ് മരിച്ചിട്ട് ഇറ്റി വെള്ളം കൊടുക്കാൻ നിന്നെ കൊണ്ടൊത്തില്ലല്ലോ. ഭർത്താവ് ശ്വാസം കിട്ടാതെ വായു വലിച്ചപ്പം കാണാനൊത്തില്ലല്ലോ. കൂടെ ജീവിച്ച ആളല്ലേ. അല്ല, ചില സന്ദർഭത്തിൽ ഡെഡ് ബോഡി പോലും കാണാൻ അനുവദിച്ചില്ലല്ലോ. നിന്നെ കൊണ്ടൊരു ചുക്കും പിണ്ണാക്കി നടക്കുകയല്ലെന്നായി പറഞ്ഞു വെച്ചത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അന്ത്യചുംബനം കൊടുക്കാനൊത്തില്ലല്ലോ. പെട്ടി വന്നപ്പോ പെട്ടിയുടെ അവിടെ ഒരു ഫോട്ടോ വെച്ചു, റോസമ്മയുടെ. ഇല്ലേ, കണ്ടതല്ലേ. ഒന്നും നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. പൗലോസ് പറഞ്ഞൊരു പദം കടമെടുത്ത് ഇതിനോട് ചേർത്ത് വെക്കുക, ഞെളിയാതെ ഭയപ്പെട്. അഹങ്കരിക്കരുത്. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. അഹങ്കരിക്കരുത്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഉല്ലാസമായി നടക്കും സഹോദര, നല്ല പോൽ ചിന്ത ചെയ്യുക. പുല്ലിൻ പൂ പോലെ നിന്റെ പ്രതാപങ്ങളെല്ലാം നശിച്ചിടുമേ. ഉല്ലാസമായി നടക്കും സഹോദര, നല്ല പോൽ ചിന്ത ചെയ്യുക. പുല്ലിൻ പൂ പോലെ നിന്റെ. എനിക്ക് മൈക്ക് സുഖമാകുന്നില്ല. ഞാൻ ഒത്തിരി അങ്ങ് എന്തുവാ കുഴപ്പം തന്നെ. എനിക്കൊരു മനെ ആരാ എന്ത് ചെയ്യാ, ഞാൻ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് യാതൊന്നും നടക്കത്തില്ല. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോട്, മനസ്താപത്തോട്, ഹൃദയ തുറക്കത്തോട് അവൻ യേശുവിന്റെ അടുക്ക വരും. യേശു നിന്നെ കൈവിടുകയല്ല. ഓടിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. സുവിശേഷം എന്താണ്? സുവിശേഷം യേശു ക്രിസ്തു. ആർക്കാ സുവിശേഷം? സകല ജാതികൾക്കും. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എന്തിനാ കേൾക്കുന്നത്? മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക്. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. കേട്ടാലുള്ള ഗുണം എന്നാ? സുവിശേഷം കേട്ടാൽ. ലൂക്കോസ് 2:10 വായിച്ചു. അത് വായിച്ചങ്ങ് നമുക്ക് ഒരു കാര്യം പറഞ്ഞങ്ങ് പോകാം. കേട്ടാനുള്ള ഗുണം സുവിശേഷം കേട്ടാൽ. 2:10 പെട്ടെന്ന്. ഭയപ്പെടേണ്ട,
ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാ സുവിശേഷം? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ. ഇന്ന് രാത്രി നിരാശയുടെ അടിത്തട്ടിൽ മനോവേദനയുടെ ഭാരത്തോട് ആമൻ ആത്മഹത്യ മാത്രം പ്രതീക്ഷിച്ച് ഇനി ജീവിതം അവസാനിപ്പിക്കുക. എന്തിനു ജീവിക്കുന്നു? ആർക്കും എന്നോട് താല്പര്യമില്ല. എന്തിനാ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ജീവിതം ഒടുക്കാമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ആരെങ്കിലും നിരാശയുടെ പടുകുടികൾ കിടക്കുന്ന നിന്നോട് ഇന്ന് രാത്രി വചനത്തെ ദൂത് പറയുക. ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷം കടിക്കുന്ന പരിഹാരമല്ല. ആമൻ പരിഹാരം യേശുവിലുണ്ട്. യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് നിത്യ സന്തോഷമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. 8-ാം വാക്യം മുതൽ താഴോട്ട് 14 വരെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി പറഞ്ഞു വെച്ച് മുമ്പോട്ട് പോകാം. 8 മുതൽ വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ക്രിസ്തുവേശുവിന്റെ തിരുജനനം, ലോകരക്ഷകന്റെ തിരുപ്പിറവിയെ പറ്റിയുള്ള വാക്യങ്ങളാ ലൂക്കോസ് ചരിത്രം പഠിച്ച ലൂക്കോസ് ക്രമമായി നന്നായി അപഗ്രഥിച്ചു പഠിച്ച ലൂക്കോസ് അത് വിസ്തരിച്ചെഴുതിയിരിക്കുക. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ ഓടിച്ചു വായിച്ചു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്തത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന സ്വർഗീയ സൈന്യത്തിന് ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 8-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് ഓടിച്ചൊന്നിന്റെ കാര്യം പറഞ്ഞ ഭാഗം വിട്ടേച്ച് എടുത്ത വാക്യത്തോട് കൂട് പുലർത്താം. കാരണം നാളെ മിക്കവരും ഇതിൽ ഭയങ്കര ആഘോഷമാണ്. യേശു പലയിടത്തും നാളെ ജനിക്കുക. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ 25-ന് ജനിക്കുന്നു. എനിക്കൊന്ന് റഷ്യയിലൊക്കെ ജനുവരിയിലാണ് ജനിക്കുന്നത്. ജനുവരി 7, റഷ്യ ജനുവരി 7. യേശുവിന്റെ ഗതികേട്. ഇവിടെ വന്ന് 25-ന് ജനിക്കണം. റഷ്യയെ പോയി യോടി എന്റെ യേശുവേ, മനസ്സിലായില്ല. ഇവിടെ നാളെ ജനിക്കണം, റഷ്യയെ പോയി, ഇനിയിപ്പോ എവിടെയൊക്കെ വീണ്ടും കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ഞാൻ ഡേറ്റിന്റെ തർക്കം ഒന്നും ഇപ്പൊ പറയുന്നില്ല, ഞാനതിനെ മുതിരുന്നില്ല. 25 25, ജനുവരി 7 ജനുവരി 7, ഇനി ഫെബ്രുവരിയിലാണെങ്കിൽ ഇനി ഉടക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എല്ലാരും പിടിക്കുന്നെണ്ണം കൊണ്ട് പോകുക. എന്തായാലും ഒരു കാര്യം പറയാം, യേശു ജനിച്ചു, അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു, നാടെങ്ങും നന്മ സുവിശേഷിച്ചു, സകല ആൾക്കാർക്കും വിടുതലും കൊടുത്തു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ സ്വർഗത്തിൽ പോയി. തിരുവെടുത്ത് പറയുമ്പോൾ അവിടുന്ന് തിരിച്ചു വരും.
അപ്പൊ അത് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വായിപ്പിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, അതാണ് ഈ കണ്ണികയ്ക്കകത്ത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് എന്തോ നേട്ടമുണ്ടായി. പലരും വന്നിവിടെ ജനിച്ചല്ലോ. ചിലരെ ജനിക്കുന്നതിന് മുന്നേ അവര് ജനിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജനിച്ചു കഴിഞ്ഞെന്തെല്ലാം പ്രശ്നമാ. ചിലർ മരിച്ചു കഴിഞ്ഞെന്തെല്ലാം പ്രശ്നമാ. യാകാൻ നേരത്ത് ഒപ്പിച്ചു പോയ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ജാതിത, നീ അവന് വഴി കൊടുക്കരുത്. മൂപ്പിലെ പോകാൻ നേരത്ത് ഒപ്പിക്കുക കൊച്ചുങ്ങളോട്, പോവുക. അപ്പച്ചന്റെ അവസാനത്തെ ആകുന്നു അനിയനാ അപ്പുറം താമസിക്കുന്നത്, അവന് വഴി കൊടുക്കരുതെന്നാ ഇയാള്. അങ്ങനുണ്ട്. പൊതുവെ പറയുന്നത് മോശമാ, എന്നാലും അങ്ങ് പറയാ. നിങ്ങൾ ഓർക്കുകയോ ഒരു ചെറിയ അശ്ലീലമാ. നിങ്ങൾ പറയാം ഇയാളതല്ലേ പറയുള്ളൂ. ഒരു അശ്ലീലം പറയാം. എന്തൊരു താല്പര്യം അത് കേൾക്കാൻ. ഉണ്ടോ? യേശു ജനിച്ചെന്ന് പറഞ്ഞിട്ട് അന്നേരം ഇന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. പറയാം, ഒരു അശ്ലീലം പറയാം. പേരും സ്ഥലവും ഒന്നും ചോദിക്കരുത്. ആൾക്കാരുണ്ട്. അപ്പൻ മരിക്കാറായി. 2 പെൺപിള്ളേരാ. മൂത്തവൾക്ക് നല്ല ചുറ്റുപാടും സാഹചര്യവും ഒക്കെ. ആ അടുത്ത കാലത്ത് അവർ മരിച്ചത്. ഞാൻ അടക്കത്തിനും പോയായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. അനിയത്തിയുണ്ട്. അനിയത്തിക്ക് അപ്പന്റെ കൂടെ അല്പം ക്ഷീണമാ സാമ്പത്തികമായിട്ട്. എങ്കിലും ഉള്ള സാഹചര്യത്തിൽ അപ്പനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇളയ മരുമകനും ഇളയ മോളും കൂടെ അപ്പനെ നന്നായി ശുശ്രൂഷിച്ചു അവരുടെ ഉള്ള സാഹചര്യത്തിൽ. മൂത്തവൾക്ക് നാടൻ ഭാഷയെ പറഞ്ഞ നല്ല രചനയാ, നല്ല സ്വത്തും ചുറ്റുപാടും. അപ്പനെ അന്വേഷിച്ചില്ല. ഒടുവിലെ അപ്പൻ വായു വലിച്ച് മരിക്കാറാകുക. അപ്പം മോള് വരാതെയും കാണാതെ ഇരുന്നു. അപ്പൊ പറഞ്ഞു, ഞാനൊരു പേരിടുക. ആ പേരല്ല കേട്ടോ, പേര് വേറെയാ. ഞാൻ കണ്ട അവര് ചിലപ്പോ പിള്ളേരിൽ ഓൺലൈനിൽ കാണും, അതുകൊണ്ടാ പേര് മാറ്റുന്നത്. അപ്പൊ അവര് എന്ന് പറഞ്ഞു, എടി കൊച്ചന്നെ, അപ്പൻ ചാകാറായി, നീ മൂത്തതല്ലേ, ഒന്ന് പോയി കാണ്, ഒരു സ്പൂൺ വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്ക. അങ്ങനെ നിർബന്ധിച്ച് അപ്പനെ കാണാൻ ചെന്നു. മരിക്കുന്നതിന് മുന്നേ അപ്പൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ അപ്പനോടും പറഞ്ഞു, കൊച്ചന്നെ വരുന്നുണ്ടെന്ന് കാണാൻ. കൊച്ചനെ കാണാൻ വന്നപ്പോ വേണ്ടപ്പെട്ടവർ കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പച്ച കൊച്ചന്ന. അപ്പൊ അടുത്ത് വന്നു. പിന്നെ അടുത്ത് നിന്നവർ പറഞ്ഞ്, എടി ഇച്ചിരി ചെറു ചൂടോടെ പാല് ഗ്ലാസും സ്പൂണും ഉണ്ട്, കൊടുക്ക്. ചാകാൻ പോവല്ലേ, കൊടുക്ക്. മൂപ്പിലേക്ക് വയ്യ, പോകാൻ പോവാ. എന്നാലും പുള്ളിക്ക് അന്നേരം ആക്കം ഉണ്ടായെന്നുള്ളതാ. പുള്ളി ഉടനെ പറഞ്ഞു, കൈകൊണ്ട് കാണിച്ച് വെയിറ്റ് ചെയ്യാൻ. അപ്പം അവർ ചോദിച്ചു, അപ്പച്ചാ കൊച്ചന്നെ പാല് തരാൻ പോൻ. ആ പുള്ളി പറഞ്ഞ് തിരിച്ചൊന്ന് കിടത്താൻ. തിരിച്ച് കിടത്തിയേച്ച് അടുത്തുന്നവരോട് പറഞ്ഞു, വസ്ത്രം മാറ്റിയേക്കാൻ, ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തു. അവള് ഗ്ലാസും പാലും ആയിട്ട് തിരിച്ചങ്ങ് പോയി. നടന്ന കാര്യമാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാനും ഒരു ബിസ്ക്കറ്റ് തരാനും കഴിവില്ലാത്ത നീയെ ചാകാറാകുമ്പം തന്തയുടെ വായിക്കകത്തുകൊണ്ട് ഒഴിക്കേണ്ട സ്ഥലമാ പുള്ളി പറഞ്ഞത്. ഞാനെങ്ങനെ മൈക്കിൽ കൂടെ പറയാന്ന്? അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. തന്തയും തള്ളയെ അന്വേഷിക്കണം. പാടി പ്രാർത്ഥിച്ച് നടന്നാലൊന്നും കാര്യം നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പനെയും അമ്മയും സംരക്ഷിക്കണമെന്ന് അന്വേഷിക്കണമെന്ന് ഉള്ള സാഹചര്യത്തിൽ ഉപദേശിമാരുടെ ഇടയിലും ചിലരുണ്ട് ശുശ്രൂഷ. ഭയങ്കര ഇന്നിവിടെ ശുശ്രൂഷ കാരണം മാതാപിതാക്കളെ പോലും. എടാ, വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഞാന്
ഇത് വളരെ പ്രാഗൽഭ്യത്തോടാ സംസാരിക്കുന്നത്. അതെ അതെ, എനിക്ക് നല്ല പ്രാഗൽഭ്യത്തോടാ ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എൻ്റെ പിതാവും മാതാവും ഞങ്ങൾ വളരെ സാധുക്കളാ, ഒരു സാമ്പത്തിക ഭദ്രതയും ഉള്ളതല്ല. പക്ഷേ ദൈവകൃപയാൽ ടൈറ്റസ് മാസ്റ്റർക്ക് അറിയാവില്ല ചില കാര്യങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിൻ്റെ പെങ്ങള് കാവാലത്താ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളാ, അമ്മണി മാമ. എന്നാലാവും വിധം ഉള്ള സാഹചര്യത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം. ഒടുവിൽ ഞാൻ തുറന്നങ്ങ് പറയാം, എനിക്കൊരു ഇളയ പെങ്ങളുണ്ട്. അന്ന് അവള് ചെറുപ്പമാ. അപ്പൊ എന്നോട് ഓപ്പണായിട്ട് അങ്ങ് പറയാം, വിവാഹത്തെ പറ്റി പറഞ്ഞ് ഞാൻ പറഞ്ഞു, അവിടെ കല്യാണം കൂടെ കഴിഞ്ഞേച്ച് ഞാൻ കല്യാണം കഴിക്കാം. അവക്കന്നേരം 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അന്നേരം എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞ അല്ലല്ല, അപ്പൊ പിന്നെ കണ്ടമാനം പ്രായമാകും. ഇപ്പൊ തന്നെ ഒരു പരിവക്കേടിലാ നിൽക്കുന്നത്. നാളൊരാൾ ചോദിക്കുന്ന ഒരാളോട് 75 ഉണ്ടോ എന്ന്. വേറെ 75 ഇല്ല, എന്നാലും ഒരു 68 69 അത് കാണുമ്പോൾ അറിയാം. ആട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്നേരം എന്നോട് പറഞ്ഞു, അങ്ങനല്ല വിവാഹം കഴിക്കാൻ. അപ്പൊ വേറൊരാളോട് എൻ്റെ അപ്പനാ പറഞ്ഞേ, അവനാലാവും വിധം ഞങ്ങളുടെ കാര്യമെല്ലാം നോക്കുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോ അവൻ്റെ കാര്യം നോക്കട്ടെ. കണ്ടമാനം നിർബന്ധിച്ചു. അങ്ങനെ ഞാനും താല്പര്യപ്പെട്ട്. സ്തോത്രം. എന്നാലാവും വിധമൊക്കെ ശുശ്രൂഷ ചെയ്യുവാനിടയായി. എൻ്റെ അപ്പനും അമ്മയും മരിച്ചു. അപ്പൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, വല്യമ്മച്ചി. 106 വയസ്സ് കഴിഞ്ഞ് 107 കയറുക. നിങ്ങൾ ഓർക്കുന്ന തള്ള എവിടെ കണ്ട് തളർന്ന് കിടക്കുക എന്നാ. ഈയിടെ ഞാൻ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു 107. എൻ്റെ അച്ചാച്ചൻ്റെ മൂത്ത പെങ്ങൾ മരിച്ചു. അപ്പം അവർ പറഞ്ഞു അമ്മച്ചിയെ കൊണ്ടുവരണ്ട. ഞാൻ പറഞ്ഞു ഒരുങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. നല്ല പയർ പോലാ നടക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും. ചെന്ന് ഞാൻ ചോദിക്കും, എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ? ഈ തിരക്കിനിടയിലും പോകും. അല്ല, ശുശ്രൂഷ മാത്രമാണെന്നും പറഞ്ഞു ഓടുകയല്ല. നിങ്ങൾ ചിന്തിക്കാനായി പറയുന്നത്. സഭയുടെ ചുമതലയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, കൺവെൻഷനുകളുമൊക്കെ ഉണ്ട്. ഒരു കൂട്ടായ്മ മുടക്കത്തുമില്ല. ഞാൻ പോകും, സമയം കണ്ടെത്തി പോകും. സ്തോത്രം. ഈയിടെ ചെന്ന് ഞാൻ ചോദിച്ചു, എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു ഇന്നടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്, അത് ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. എന്നാ പലരും കിടന്ന് കുഴയുന്നത്, നീ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കിടന്ന് പറഞ്ഞ ഞാൻ 21 ഇരിക്കുക. എന്തിനാടാ ഇങ്ങനെ സമാധി ഇരിക്കുന്നേ? കഞ്ഞിയും പറ്റും കുടിക്കാതെ അങ്ങ് ഇരിക്കുക. എന്നിട്ട് പറയാ ഇരിക്കുക, എന്തിനിങ്ങനെ ഇരിക്കുന്നു? ഈ ഇടയ്ക്ക് കയറി പറയാൻ ദൈവമക്കൾ കൂടുതലുള്ളത് കൊണ്ടാ ഈ ഏലിയാവിന്റെ പ്രാർത്ഥന. മറ്റവർ ഉച്ച വരെ പ്രാർത്ഥിച്ചു, ബാലേ 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 ബാലേ, ഉത്തരം അനക്കവുമില്ല, ആവിയില്ല. പക്ഷേ ഏലിയാമ ഭോജനം ഞാൻ കഴിക്കേണ്ട സമയത്ത് വന്ന് വേദപുസ്തകം പഠിക്കുന്നവർക്ക് ആ യാഗപീഠമെല്ലാം ക്രമപ്പെടുത്തി കണ്ണമായിട്ട് യാഗവസ്തുവിനെ നുറുക്കി തോടുവൊക്കെ കീറി തൊട്ടിയിലെ വെള്ളമെല്ലാം കോരി ഒഴിച്ച് ഒരു പ്രാർത്ഥന. ദീർഘമൊന്നുമല്ല കേട്ടോ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ചുരുങ്ങിയ പ്രാർത്ഥനയാണ്. ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, ഞാൻ നിന്റെ ദാസനാ, നീ എന്റെ ദൈവമാ. ഞാൻ ഈ ചെയ്തതെല്ലാം നിന്റെ നാമത്തിൽ നിന്റെ ആലോചനയാ നിന്ന് വെളിപ്പെട്ട് വരണം. നിങ്ങൾ ആ 38-ാം വാക്യമാക്കുന്ന ഉടനെ ദൈവത്തിന്റെ തീ ഇറങ്ങി എന്നാ. ഉടനെ യഹോവയുടെ മതി. ഉടനെ ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന. സംഭവം നടന്നു. പിണങ്ങരുത്. നമ്മള് ഒരു ചെറിയ സംഭവം നടക്കാൻ വലിയ പ്രാർത്ഥനയാ, സംഭവം നടക്കത്തുമില്ല. ചെല്ലി പ്രാർത്ഥിക്കുന്ന കേട്ടാ നമുക്ക് ഇത് എന്നെ ബോധം പോലും ഇല്ല. ഒരിക്കലൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ സ്ഥലമൊന്നും പറയുന്നില്ല, ഇച്ചിരി താമസിച്ചായി എന്നെ. അപ്പം ഒരു അമ്മാമ്മ പ്രാർത്ഥിക്കുക, ആ വീട്ടിലെ അമ്മാമ്മയാ. ഞാൻ ചെന്നിരുന്നു, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി കർത്താവേ പോലീസ് പറഞ്ഞ പോലെ. ഞാൻ പോലീസ് എന്തുവാ പറഞ്ഞു? ലൈസമ്മാമ്മയ്ക്ക് അറിയാം പേര്, ഞാൻ പിന്നെ പറയാൻ കഴിഞ്ഞ് പറയാം.
താവേ പോലീസ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്തിന് പോലീസ് എന്നെ പോലീസ് എന്നാ അപ്പൊ എന്നാ പൗലൂസ് പറഞ്ഞതുപോലെ അതായി പറയുന്നേ. തള്ളക്ക് വെളിവും വെള്ളിയാഴ്ച വന്നില്ല, അത് തെളിച്ച് പറയണ്ടേ പൗലൂസ് പറഞ്ഞെന്ന്. താവേ പോലീസ് പറഞ്ഞു. പോലീസ് അപ്പൊ ഞാൻ അന്തം വിട്ടുപോയി. പോലീസ് എന്നതാ? അങ്ങനെ വെളിവില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഏലിയാവ് ഒരു വലിയ സംഭവം നടക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന സംഭവം നടന്നു. കാരണം പറയാം, ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രാർത്ഥന നടക്കുക. 21 പിന്നെ 7 days പകല് പവർ കോൺഫറൻസ്, വൈറ്റ് ഫയർ. എന്തോ നടക്കുന്നു. ചെലിപ്പുറത്തില് തിരുവല്ലായിൽ തീ. എന്നാ തീ? കുമ്പനാട് തീ. എന്തോ തീയാ? മുളക്കുടയിൽ തീ. എല്ലാരും ഇരിക്കട്ടെ. കൊട്ടാരക്കര തീ. അവിടെ ഇരിക്കട്ടെ. എന്തോ തീയാ? വേറെ പുസ്തകം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എടാ, തീ കത്തിയാൽ ദഹിക്കത്തില്ലേ? ശരിയായ തീയാണെങ്കിൽ ദഹിക്കുമല്ലോ. ഇത് പലതും ദഹിക്കുന്നില്ലല്ലോ. നീ ഇപ്പോഴും കൈ കൊടുക്കുന്നുണ്ടോ? പിന്നെന്തോ തീയാ? നീ ഇപ്പോഴും മിണ്ടുന്നുണ്ടോ? കൂട്ടുവേലക്കാരനോട്, കൂട്ടു സഹോദരനോട്, ചേട്ടനോട്, അനിയനോട്, അയലത്തുകാരോട്. പിന്നെന്തോ തീയാ? ഈ കത്തുന്ന മുഴുവൻ അന്യാഗ്നിയാ. തീ കത്തുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ശരിയായ തീയാണെങ്കിൽ ദഹിക്കണം. അറിവുള്ളൊരു പാട്ടിന്റെ ഒരു വരി ചേർന്ന് പാടിക്കോ. ദഹിപ്പിക്കണം എന്നെയായി ശേഷം നീവൻ എൻ പ്രഭോ, ദഹിപ്പിക്കണം എന്നെയായി ശേഷം നൽകണം എൻ പ്രഭോ. പ്രിയരെ, എല്ലാം ദഹിക്കണം. അതാ ശരിയായ തീയെ. ഈ കത്തുന്നതൊന്നും ശരിയായ തീയല്ല. നിങ്ങൾ യോജിച്ചാലും കൊള്ളാം, യോജിച്ചില്ലേലും കൊള്ളാം. നിനക്ക് കൈ കൊടുക്കാൻ മനസ്സില്ലല്ലോ, ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ, പൊറുക്കാൻ മനസ്സില്ലല്ലോ. ചെല്ലി പറഞ്ഞില്ലേ, ഞാൻ എല്ലാം ക്ഷമിക്കും, മറ്റേ കാര്യം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി എന്റെ വീട്ടിൽ പാസ്റ്റർ. അപ്പൊ പിന്നെ ഞാൻ കൺവെൻഷന് യോഗ വേണ്ട ഒന്നും മിണ്ടുന്നില്ല. എല്ലാം എന്റെ ഹൃദയത്തിൽ ഉണ്ട്. നീ യാതാനും ബുദ്ധിമുട്ടോ ഇങ്ങനെ കിടക്കും. അതിനാ ഓരോന്നോരോന്ന് കളയുക. ദുശ്ചിന്ത, പക, പിണക്കം, ആരശങ്ക, കണ്ടമാനം വലിക്കുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞുഞ്ഞമ്മേ? നമ്മൾ പറയുന്ന യോ കണ്ടമാനം വലിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പാ അകത്തിരിക്കുകയല്ലേ മുഴുവൻ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ. നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. യേശു പഠിപ്പിച്ച ഉപദേശം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവമാകത്താൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്കികള ഭൂമത്തിൽ ഇടറിയ ഉള്ളം തിരതുല്യം. എന്നാൽ ദുർമതികൾ സൂക്കികള ഭൂമത്തിൽ ഇടറിയ ഉള്ളം തിരതുല്യം. പുഷ്ടിയാലും കൺകളില്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം.
ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയം നന്നാകണം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് മിണ്ടാത്ത എത്ര എണ്ണം ഉണ്ട്? മറുഭാഷയ്ക്ക് കുറവല്ലോ ഉണ്ടോ? ഗ്ലോറി, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് ഇളകുക. ഞാൻ എന്നെയും കൂടെ പ്രതിയായി. ഉമ്മാ നീ ഇളകിയിട്ടൊന്ന്, നിന്റെ നടുവിന്റെ കണ്ണി അവസാനം ഡോക്ടർ പറയും തേയ്മാനം ഉണ്ട് കുഞ്ഞുഞ്ഞമ്മേ, ചുമ്മാ കിടന്ന് ഇളകിയതാ. അസ്ഥിക്ക് ഇളകണം, ഇത് ചെയ്തേച്ചിളകണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. ചിലര് മുഖമൊക്കെ വല്ലാതാകുന്നു. എന്തിനാ വെറുതെ ഒടുവിലത്തെ യോഗം അലോഗ്യമായിട്ട് തീരുന്നത്? ദൈവത്തിന് മഹത്വം. ഹൃദയമാ ദൈവം നോക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഹൃദയമാ ദൈവം ആമെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവനാ ദൈവം. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗമൊക്കെ വിട്ടേക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവിയിൽ മനുഷ്യവർഗത്തിന് എന്തോ നേട്ടമുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ആ വായിച്ച കണ്ണികക്കകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. കാരണം നാളെ എല്ലാവരും ആഘോഷിക്കില്ലയോ. അപ്പൊ ആഘോഷം വേറെ രീതിയില്ല. പക്ഷേ യേശുവിന്റെ തിരുപ്പിറവി കൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ നേട്ടം ഒന്ന്, ഇരുട്ട് മാറി. കാരണം ഈ സംഭവം രാത്രിയില്ല. അങ്ങനെ എഴുതിയേക്കുന്ന രാത്രിയിൽ, അങ്ങനെയല്ല എഴുതിയേക്കുന്ന രാത്രിയിൽ. രാത്രി. അപ്പൊ താഴത്തെ വാക്യത്തിലുണ്ട് വെളിച്ചം മിന്നി എന്നുണ്ടല്ലോ, ഇല്ലേ? കർത്താവിന്റെ തേജസ്സ് അവരെ ചുറ്റി മിന്നി. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇരുട്ട് മാറി. മനുഷ്യവർഗത്തിന്റെ ഇരുട്ടിനെ മാറ്റിയവനാ ക്രിസ്തു. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറ്റിയത്. മദ്യപിച്ച് ലെവലില്ലാതെ ലക്ക് കെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും സമൂഹത്തിനുമൊക്കെ തീരാ ശാപമായി അനേകരും പ്രാഗി, മുടിഞ്ഞവനെ നിന്റെ തല പോകുമെന്നൊക്കെ പ്രാഗ്. എന്തിനാ ദൂരോട്ട് വന്ന് ഹേണ്ടിരിക്കുന്ന വാണിച്ചൻ? സത്യമല്ലേ പറയുന്നത്? പക്ഷെ അദ്ദേഹത്തിന്റെ ഇരുട്ട് ദൈവം മാറ്റി. യേശുമായി ഇതുപോലെ എത്ര വാണിച്ചന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ മഹത്വം. പോലീസിന്റെ ലാത്തിക്കൊന്നും ഇത് നടക്കുകയല്ല. അദ്വൈതം പറഞ്ഞാലൊന്നും നടക്കുകയല്ല. അവൻ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല. പൊളിറ്റിക്കൽ ബലം കൊണ്ടും നടക്കത്തില്ല. നിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടും നടക്കത്തില്ല. കാശുള്ള എത്ര എണ്ണവാ ഓടെ കിടക്കുന്നത്. അന്നേരം അവര് പറയാ ഞങ്ങളുടെ ഇടവകയാന്ന്. സ്തോത്രം. ഇത് കാശ് കൊണ്ടോ മുഷ്കു കൊണ്ടോ കുടുംബസേട്ടത കൊണ്ടൊന്നും മാറുന്നതല്ല. ഞങ്ങൾ പകലോമറ്റം പറഞ്ഞാവല്ലോ മദ്യപാനം മാറുവോ? ഞങ്ങൾ ശങ്കരി പൂരിയോ ആകട്ടെ. എടാ പൂരിയോ ആയാവല്ലോ ഇത് മാറുമോ? ഞങ്ങൾ കുറവലങ്ങാട്ടിന്ന് വന്നതാ. ആര് പറഞ്ഞല്ലെന്ന്? ആയിക്കോട്ടെ. മദ്യപാനം മാറുമോ? ഇരുട്ട് മാറുമോ? സ്തോത്രം. ചെല്ലു പറഞ്ഞ് ഞങ്ങൾ ബ്രാഹ്മണരായിരുന്നു. എന്നെ കാണുമ്പോഴേ അറിയാം. ചുമ്മാ ഇരുന്ന് കീർവാണം അടിക്കുക. ദൈവദാസൻ പറഞ്ഞ അത് പറയരുതെന്നാ. ഞാൻ പകൽ പറഞ്ഞായിരുന്നല്ലോ പറയുമെന്ന്. സ്തോത്രം. നിന്റെ വകുപ്പൊന്നും പറഞ്ഞാൽ ഇത് മാറത്തില്ല. കുടുംബത്തിന്റെ ഇരുട്ട്, ജീവിതത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം. എത്ര വ്യക്തികളാ രക്ഷപ്പെട്ടിരിക്കുന്നത്. ആമൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമായി. ആമൻ അനേക ആമൻ സ്തോത്രം പ്രാക്കേറ്റ് എത്ര പേര് ആമൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റി. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടിയിരിക്കാറ്. ആമൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മനുഷ്യവർഗത്തിന് കൈവരിച്ച നേട്ടത്തിൽ പ്രധാനപ്പെട്ട നേട്ടമാ ഇരുട്ട് മാറ്റി. ഇരുട്ടെന്നുള്ളത് വേറെ പുസ്തകം പഠിച്ചാൽ പ്രധാനമായിട്ടും 3 കാര്യമാണ്. 1, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. 2, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 3, ഇരുട്ട് നിത്യ നരകത്തെ കാണിക്കുക. അപ്പൊ പാപം, പിശാച്, നരകം, അതാ ഇരുട്ട്. ആ ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു നിന്റെ ജീവിതത്തിൽ ജനിക്കണം. നക്ഷത്രം തൂക്കിയാലൊന്നും ഒക്കത്തില്ല. തോരണം കെട്ടിയാലൊന്നും തൂക്കുകയല്ല. സ്തോത്രം. ഉണ്ണി പറന്നെന്നും പറഞ്ഞ് പാട്ടുപാടി നടന്നാലൊന്നും ഉണ്ണി പറന്നു ആട്ടെ, ഉണ്ണി പറക്കട്ടെ. സ്തോത്രം. ഉണ്ണി പറന്നെന്ന് പറഞ്ഞാലൊന്നും ഇരുട്ട് മാറുകയല്ല. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറണമെങ്കിൽ അവൻ നീ ചെയ്ത തെറ്റുകളും പാപങ്ങളും അവൻ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സാക്ഷാൽ ദൈവമായ രക്ഷകനായ വെളിച്ചമാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല.
ദൈവത്തിന് മഹത്വം. അതാ ഇവിടെ മുഴങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറും യേശുവിന്റെ തിരുപ്പറമ്പിൽ. എത്ര എത്ര ഭവനത്തിന്റെ ഇരുട്ട് മാറി. ആഭിചാരോ ക്ഷുദ്രവും മന്ത്രവാദവും കൊണ്ട് അവൻ സ്വത്ത് പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായ എത്ര വീടുകളാ അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ ആ കുടുംബത്തിന്റെ അന്ധകാരം മാറിയത്. ഇന്ന് രാത്രി നിന്നോട് പറയാ, നിന്റെ കുടുംബത്തിൽ പാരമ്പര്യ രോഗം കണ്ടെന്ന് വരാ, മാറാരോഗം കണ്ടെന്ന് വരാ, തകർച്ചകൾ. ആമേൻ. ഈ ക്ഷുദ്രം ചെയ്യുന്നവരും മന്ത്രവാദികൾ പറഞ്ഞു കാണും, തങ്കമ്മയെ കോഴിയെ കൊണ്ടുപോവാ, പെടയെ കൊണ്ടുപോവാ, പൂവനെ കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ. കൊടുത്തതിന്റെ ഊപ്പാട് വന്നിരിക്കുക. യേശു കർത്താവ് പറഞ്ഞേക്കുന്നത് ഒന്നും കൊണ്ടുവരണ്ട, നീ ഇഞ്ഞു വന്നാ മതി. വരുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവേ എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോട് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ യേശു നിന്നെ തള്ളിക്കളയത്തില്ല.